രേണു ക്യൂട്ട്നെസ് വാരി വിതറുകയാണ് എന്ന് തോന്നിപ്പോകൂടെ. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് രേണുവിന്റെ വീഡിയോസ് കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ക്യൂട്ട്നെസ് ഓവർലോഡ് ആ ഒരു തരത്തിലൊക്കെയാണ് രേണുവിന്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഗൈസ്, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അതങ്ങനെ ഇരിക്കട്ടെ, അതൊക്കെ അങ്ങനെ പോട്ടെ. പക്ഷെ ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം ഇപ്പോൾ രേണുസുതി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വളരെയധികം വിഷമപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അവസാനം രേണുസുതി അത് തുറന്നു പറഞ്ഞിരിക്കുന്നു ഗൈസ്. അതായത് ഞാനത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം, നിങ്ങൾ തന്നെ അത് ഒന്ന് കേട്ടു നോക്കൂ. ഒരിക്കൽ ഞാൻ അങ്ങ് പോകും. നിങ്ങൾ പറയുന്ന ഈ കൊളമിത്തറത്തിന്റെ എന്തോ അക്ഷരപ്പിശകാണെന്നാണ് തോന്നുന്നത് ഗൈസ്. രേണു ഉദ്ദേശിച്ചത് കോമാളിത്തരത്തിന്റെ എന്നാവും, പക്ഷെ എഴുതിയപ്പോൾ അത് കൊളാമി തരത്തിന്റെ എന്നായിപ്പോയതാവാനായിരിക്കും. ഓക്കെ, അത് വിട്ടേക്ക്, കാര്യമാക്കണ്ട. വേഷം, കോമാളിത്തരത്തിന്റെ വേഷം പാതി വഴിയിൽ അഴിച്ചു വെച്ചു. അന്ന് തൊട്ട് നിങ്ങൾ കുറച്ച് വ്ളോഗേഴ്സ് നെഗറ്റീവ് ഓളികൾ എന്തു ചെയ്യും? എൻ്റെ ഒരു കോണ്ടന്റ് കിട്ടാതെ നോക്കാം, അപ്പോൾ പുതിയ എന്തേലും രേണു സുധിമാർ വരുമായിരിക്കും അല്ലേ? ഞാൻ ഒന്നും കൂടെ വായിക്കാം. ഒരിക്കൽ ഞാനങ്ങ് പോകും. നിങ്ങൾ പറയുന്ന ഈ കോമാളിത്തരത്തിന്റെ വേഷം പാതി വഴിയിൽ അഴിച്ചു വെച്ചു. അന്ന് തൊട്ട് നിങ്ങൾ കുറച്ച് ബ്ലോഗേഴ്സ് നെഗറ്റീവ് ബോളികൾ എന്ത് ചെയ്യും? എൻ്റെ ഒരു കോണ്ടന്റ് കിട്ടാതെ നോക്കാം, അപ്പോൾ പുതിയ ഏതേലും രേണു സുധിമാർ വരുമായിരിക്കും അല്ലേ? എന്താ പറയുക, രേണു സുധി എന്തോ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത്. അതായത് രേണു സുധി ഇപ്പോൾ നൽകുന്ന കോണ്ടന്റുകളൊക്കെ നിർത്താൻ പോവുകയാണെന്നാണ് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ കാര്യങ്ങൾ. അപ്പോൾ ഇതിലൊരു കാര്യം രേണു സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. അതായത് കോമാളിത്തരത്തിന്റെ, അപ്പൊ രേണുവിന് തന്നെ ഉറപ്പുണ്ട് കാണിച്ചു കൂട്ടുന്നതൊക്കെ കോമാളിത്തരമാണ് എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ എഴുതി വെക്കാത്ത സ്പെല്ലിങ് തെറ്റിപ്പോ മനഃപൂർവ്വം തെറ്റിച്ചതാണോ, അത് വായിക്കുമ്പോൾ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്, അതോ ഇനി അറിയാം സംഭവിച്ച ഒരു കാര്യമാണോ എന്ന് അറിയത്തില്ല. എന്തായാലും കോമാളിത്തരമാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് രേണു പോലും സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ്. അപ്പോൾ ഇനി രേണു പോവും ഈ പറയുന്ന രീതിയിൽ. ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോണ്ടന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ അപ്പോഴേക്കും വേറെ രേണു സുധിമാരൊക്കെ വരുമോ എന്നാണ് രേണു സുധി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രേണു എന്തായാലും ഈ കോമാളിത്തരങ്ങളൊക്കെ തന്നെ തുടർന്ന് എപ്പോഴും ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് തോന്നുന്നു. സഡനായിട്ട് ചിലപ്പോൾ ഒരു ട്വിസ്റ്റായിട്ട് നിർത്താനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് രേണു ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ രേണുവിനോട് ഇവിടെ ആർക്കും പ്രത്യേകിച്ച് ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും തന്നെ ഇല്ല. രേണു അത് മനസ്സിലാക്കണം. രേണുവിനോടുള്ള ദേഷ്യം, അല്ലെങ്കിൽ രേണുവിനെ ഈ ട്രോളുന്ന, അല്ലെങ്കിൽ രേണുവിനെതിരെ വ്ളോഗേഴ്സ് ഉൾപ്പെടെ ഇങ്ങനെ നെഗറ്റീവ് പറയാനും, അതോടൊപ്പം തന്നെ കമന്റ് സെക്ഷൻ തുറക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അത് ഭൂരിഭാഗം നെഗറ്റീവ് കമന്റുകൾ വരാനുമായിട്ടുള്ള പ്രധാന കാരണം രേണു കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങളാണ്. അതായത് രേണു ഈ പറഞ്ഞ മാതിരി തന്നെ കോമാളിത്തരങ്ങൾ എന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം ഈ പറയുന്ന രീതി രേണുവിനെ സപ്പോർട്ട് ചെയ്തവരായിരുന്നു ഒരു ഘട്ടത്തിൽ എല്ലാവരും എന്ന് എടുത്തു പറയണം. എല്ലാവരും രേണുവിനെ അനുകൂലിച്ചും രേണുവിനെ സപ്പോർട്ട് ചെയ്തും നിന്നവരാണ്. പക്ഷേ അവരെ എല്ലാം തന്നെയും ഒടുന്നനെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് മാറ്റിയത് രേണുവിന്റെ മിടുക്ക് കൊണ്ട് തന്നെയാണെന്ന് പറയേണ്ടി വരും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം രേണു ആ ഒരു രീതിയിൽ ചെയ്തു. ഇതുപോലെ പോസിറ്റീവായി ഇരുന്നവർ കംപ്ലീറ്റ് നെഗറ്റീവായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. എന്നിട്ടും ഇപ്പോഴും കുറച്ച് പേര് രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉണ്ട്, ഇല്ലാതൊരിക്കലും പറയുന്നില്ല. പക്ഷേ രേണുവിനെ സപ്പോർട്ട് ചെയ്ത ഭൂരിഭാഗം പേരും രേണുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് മാറുന്ന തരത്തിലോട്ട് മാറി. അതിന് ഈ പറഞ്ഞ തരത്തിൽ തന്നെയാണ്. കാരണം ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അതിലും മീതെ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോഴത്തേക്കും വിമർശനങ്ങൾ വരും, സ്വാഭാവികമാണ്. കാരണം നമ്മൾ പബ്ലിക്കായിട്ട് ഓരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുമ്പോഴത്തേക്കും അതിനെതിരെ വിമർശനങ്ങൾ വരും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ ഒന്നുകിൽ നമ്മൾ പോസിറ്റീവായിട്ട് അത് എടുക്കണം, അല്ലെങ്കിൽ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയണം. അല്ലാതെ അതിനെല്ലാം ഈ പറയുന്ന മാതിരി അങ്ങ് എന്താ പറയാ, എന്നെ വിമർശിക്കാനേ പാടില്ല എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ വിമർശിക്കാനായിട്ട് നിൽക്കത്തേ ഉള്ളൂ. അതാണ് ശരിക്കും പറഞ്ഞാൽ രേണു തന്നെയാണ് മാറേണ്ടത്. സ്വയം രേണു തന്നെയാണ് മാറേണ്ടത്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന മാതിരി വിമർശനങ്ങളും അതോടൊപ്പം തന്നെ നെഗറ്റീവ് ഒക്കെ തന്നെ കെട്ടടങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. കാരണം നിങ്ങൾക്ക് അഭിനയിക്കാം,
നിങ്ങൾക്ക് പാട്ട് പാടാം, നിങ്ങൾക്ക് ഡാൻസ് കളിക്കാം, നിങ്ങൾക്ക് എന്ത് വേണോ ആയിക്കോ. ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇതൊക്കെ തന്നെ പബ്ലിക്കിന്റെ മുന്നിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക്, അതായത് മനഃപൂർവ്വം ഇട്ട് കൊടുക്കുന്നതാണേ, അല്ലാതെ അറിയാതെ ഒന്നും ഇട്ട് കൊടുക്കുന്നതല്ലേ, ഓൺലൈൻ മീഡിയാസ് മുഖേന ഇതൊക്കെ തന്നെ പബ്ലിക്കിന്റെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കുമ്പോൾ അതിനെതിരെ സ്വാഭാവികമായിട്ടുള്ള വിമർശനങ്ങൾ വരും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ഈ പറയുന്ന മാതിരി എന്താ പറയുക, കോണ്ടന്റ് ആ ഒരു തരത്തിൽ രേണുസുതിയും അത് ഇഷ്ടപ്പെടുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കുമല്ലോ ഇതുപോലുള്ള കോണ്ടന്റുകൾ ഓൺലൈൻ മീഡിയാസിന് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് തുടരെ 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 തുടരെ. അപ്പോൾ ഈ സംഭവങ്ങൾ, അതായത് ഇപ്പം ഒരു പരിധിയൊക്കെ ആൾക്കാർക്ക് കാണാനും കേൾക്കാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ ആ പരിധി വിട്ടു പോകുമ്പോഴാണ് ആൾക്കാർ പ്രതികരിക്കുന്നത്. ഇപ്പൊ രേണുസുതിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇത്രയധികം നെഗറ്റീവ് കാര്യങ്ങൾ വരാനുള്ള കാരണം? രേണുസുതി തന്നെയാണ്. ഒരു ഘട്ടത്തിൽ അവർക്ക് നല്ല പോസിറ്റീവ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതിനെല്ലാം നെഗറ്റീവ് ആക്കിയതിന്റെ മിടുക്കും രേണുസുതിക്ക് തന്നെയാണ്. സോ നിങ്ങൾ തന്നെയാണ് സ്വയം തിരുത്തേണ്ടത്. നിങ്ങൾ തന്നെയാണ് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് സ്വയം മാറേണ്ടത്. ഇനിയിപ്പോൾ ഈ പറയുന്ന മാതിരി രേണുസുതി തന്നെ തുറന്നു പറഞ്ഞാൽ മതി, കോമാളിത്തരങ്ങളെല്ലാം നിർത്താനാണ് രേണു ഉദ്ദേശിക്കുന്നത്, ഇനി കോണ്ടന്റുകളൊന്നും തന്നെ ഇല്ല, ഇതെല്ലാം മതിയാക്കിയിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. കാരണം നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്, നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ് എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ അതൊക്കെ പബ്ലിക്കിന്റെ മുന്നിൽ വരുമ്പോഴത്തേക്ക് മാത്രമേ അതിനെക്കുറിച്ചൊരു സംസാരം ഉണ്ടാവുക. അതല്ല, നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണലായിട്ട് തന്നെ നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ അതിനെതിരെ ഒന്നും ആരും തന്നെ ഒന്നിനും വരത്തില്ല. പക്ഷെ അത് നിങ്ങൾക്കും ഒരു റീച്ചിന് വേണ്ടിയിട്ട്, നിങ്ങൾക്കും ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ പബ്ലിക്കിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുമെന്നുള്ളത് കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോവുക.